വാഴക്കാലയിൽ ആക്രി ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ആക്രി ഗോഡൌൺ തൊട്ടടുത്തൊക്കെ ജനവാസ മേഖലയാണ്, വീടുകളുണ്ട്, അപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെയാണ് ഈ വലിയ തീപിടുത്തം ഉണ്ടായത്. ബിനിൽ നമുക്കിപ്പോൾ ഉണ്ട്. ബിനിൽ, ഈ ഉടമ നേരത്തെ അവിടെ എത്തിയെന്ന് ബിനിൽ സൂചിപ്പിച്ചിരുന്നില്ല. ഉടമയുമായി സംസാരിക്കാൻ കഴിഞ്ഞോ? അവിടെ എങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായി, എന്തൊക്കെയാണ് സൂക്ഷിച്ചിരുന്നത്, അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ ആക്രി ഗോഡൌണിന്റെ ഉടമ കബീർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായെന്ന് അറിഞ്ഞത്? ഇവിടെ എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ട്? ഒരു മാനിക്കൻ സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, ഒരു കടയിൽ കൊടുക്കാൻ വേണ്ടി. എത്ര കാലമായിട്ടുള്ള ഗോഡൌൺ? ഞാനൊരിപ്പോൾ 7 വർഷമായി. 7 വർഷമായിരുന്നു. ഇവിടെ കൂടുതൽ ഈ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ കിടക്കുന്നത്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സെക്കൻഡ് ഹാൻഡ് സെയിലുണ്ടോ? സെക്കൻഡ് സെയിലുണ്ട്. ഈ തുറന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഇത്രയും സാധനം? ഇവിടെ കൊണ്ടുവന്ന് പാഴ്വസ്തു ഇവിടെ കൊണ്ടുവന്ന് ഇടും. സെക്കൻഡ് സെയിലിന് അവിടെ മുമ്പിലുണ്ട് ഗോഡൗൺ. അതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ല, ഇവിടെ ഈ ഫയർ സേഫ്റ്റി ഒന്നും കാണുന്നില്ലല്ലോ, സംവിധാനം ഇതിനൊന്നുമില്ല. ഫയർ സേഫ്റ്റി ഒന്നും ഇല്ല. അതെന്തുകൊണ്ടാണ് ഇത്രയും സാധനങ്ങളെ സൂക്ഷിച്ചിട്ട് അങ്ങനെ ചെയ്യാതിരുന്നത്? ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. ഇത്രയും അടുത്ത ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമല്ല, അപ്പോൾ ഇതുപോലെ ഒരു ഗോഡൗണൊക്കെ തുടങ്ങുമ്പോൾ അങ്ങനെയൊക്കെ സംവിധാനങ്ങളൊക്കെ ആലോചിക്കണ്ടേ? അത് ആലോചിച്ച് ചെയ്യാനുള്ള ഉറപ്പാടിലാണ് ഇരിക്കുന്നത്. 7 വർഷമായിട്ടൊന്നും ഇപ്പോഴാണ് ഇവിടെ പൊരിച്ചതായത്. സാധനങ്ങൾ കൂടാലും കൊണ്ടുപോയി. ഇവിടെ ഇതിന് ലൈസൻസ് എന്തെങ്കിലും ഉണ്ടോ ഇതിനെ സൂക്ഷിക്കാൻ? MSK സ്ക്രാപ്പ് ഏജൻസീസ് എന്ന് പറഞ്ഞ ലൈസൻസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കട നടത്താനല്ലേ? ഇവിടെ ഇങ്ങനെ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ലൈസൻസോടെ അല്ലല്ലോ. അല്ല അല്ല ഈ സമീപത്തേക്കൊക്കെ പടർന്ന ഒരു വലിയ ദുരന്തമായിട്ട് മാറില്ലായിരുന്നു? എന്തോരം സാധനങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരുന്നു? 25 രൂപയുടെ അടുത്ത് സാധനം ഉണ്ട്. 25 ലക്ഷം ബോക്സാണ്. കാർട്ടന് നല്ല ബോക്സ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാർട്ടൺ ബോക്സ് തിരിഞ്ഞ് അതിൻ്റെ ഗോഡൗണിൽ സൂക്ഷിക്കണം അവർ. 25 ലക്ഷം രൂപയുടെ സാധനം സൂക്ഷിച്ചു. പിന്നെ എല്ലാം ഉണ്ട്, എല്ലാം കൂടി. ഇവിടെ മറ്റേ ജോലികൾ എന്തെങ്കിലും നടന്നിരുന്നോ? അതായത് ഇവിടെ എന്തോ കട്ടിംഗ് ഒക്കെ നടന്നിരുന്നോ എന്നൊക്കെ ആൾക്കാർ പറയും. കട്ടിങ് അല്ല, കട്ടിങ് നടക്കണമെന്ന് വെച്ചാൽ വെൽഡിങ്ങിൻ്റെ പരിപാടി അതില്ലായിരുന്നു, നമുക്ക് അവിടെ ഇല്ല. നമ്മളുടെ ഈ ഗ്രൈൻഡർ മറ്റേ ഇതുണ്ടല്ല, ബാറ്ററി വെച്ചുള്ള എങ്ങനെ ഇവിടുത്തെ അതറിയാം. അതിൻ്റെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഈ ഗ്രൈൻഡറിൻ്റെ പരിപാടി, സ്റ്റീറ്റിൻ്റെ ചെറിയ കട്ടിങ്ങൊക്കെ ഉണ്ട്. ബാറ്ററി വെച്ചുള്ള കറണ്ട് ഇല്ല, അത് കാരണം അങ്ങനെ ചെയ്യുന്നത്. 7 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഗോഡൗണാണ്. പക്ഷേ ഇവിടെ ഈ ഗോഡൗൺ പ്രവർത്തിക്കുമ്പോൾ അതിന് ലൈസൻസോ മറ്റു സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതാ ഉടമ കബീർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. അദ്ദേഹം ഇതെല്ലാം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ഫയർ സേഫ്റ്റിക്കുള്ള ഒരു സംവിധാനങ്ങളും ഇല്ലാതെയാണ് കുറ്റകരമായ രീതിയിൽ ഈ ഗോഡൗൺ ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. അതാ ഉടമ കബീർ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ ആന്റണി ഗിരിഗറിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.